അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധ റമളാൻ ആഗതമായിരിക്കുകയാണല്ലോ. ഈ സന്ദർഭത്തിൽ ഓരോ വിശ്വാസികളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 183 പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കാം, ധർമ്മനിഷ്ഠയുള്ള ആളുകളായി മാറിയേക്കാം. ഈ ആയത്ത് പഠിപ്പിക്കുന്നൊരു കാര്യം, മുസ്ലിമായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ബുദ്ധിയുള്ള ആളുകളുടെ മേൽ നോമ്പ് നിർബന്ധമാണ് എന്നുള്ളതാണ്. മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടു എന്നാണ് ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് എപ്പോഴാണ് നിർബന്ധമാക്കപ്പെട്ടത്? അത് മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ലാ തൻ്റെ അൽ മജ്മു ഷറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നു. സ്വാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാന 9 സിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ നോമ്പനുഷ്ഠിച്ചത് 9 വർഷമാണ്. അതായത് 9 റമളാനുകൾ. ലിഅന്നഹു, അതിന് കാരണം, ഫുരിള ഫി ശഅബാന ഫി സനത്തി الثانية മിനൽ ഹിജ്റ. ഹിജ്റ 2-ാമത്തെ വർഷം ശഅബാൻ മാസത്തിലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. അതായത് 13 വർഷം മക്കയിൽ ജീവിച്ചു, അന്ന് നോമ്പ് നിർബന്ധമല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. അതായത് മക്കയിൽ വിശ്വാസ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ മദീനയിൽ വന്നു. മദീനയിൽ വന്നിട്ട് 2-ാമത്തെ വർഷം ശഅബാനായപ്പോഴാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഈ ആയത്തിറങ്ങിയത്. വതൂഫിയൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷഹ്രി റബീഉൽ അവ്വലി സനത 11 മിനൽ ഹിജ്റ. ഹിജ്റ 11-ാം വർഷത്തിൻ്റെ ആരംഭത്തിൽ റബീഉൽ അവ്വൽ മാസത്തിലാണ് റസൂലുള്ളാഹി വഫാത്തായത്. അപ്പോൾ 2-ാമത്തെ വർഷം നിർബന്ധമാക്കപ്പെട്ടു. അതിനുശേഷം നബി ജീവിച്ചത്, അങ്ങനെ വഫാത്ത് സംഭവിച്ചത് അത് റബീഉൽ അവ്വൽ ഹിജ്റ 11-ന്. അപ്പോൾ അങ്ങനെ 9 റമളാൻ മാത്രമാണ് റസൂലുള്ളാഹിക്ക് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മോട് പറയുമ്പോൾ, ഈ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുകയാണ്. എന്തിനാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. അതുകൊണ്ട് ആ മാസത്തിൽ ആരെങ്കിലും സന്നിഹിതരായാൽ, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫലിയസും, ആ മാസത്തിന് സന്നിഹിതരായവർ നോമ്പനുഷ്ഠിക്കണം എന്നുള്ളതാണ്. നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഇമാം അബൂദാവൂദ് 2454 നമ്പർ വചനത്തിൽ പറയുന്നുണ്ട്, മല്ലം യുജ്മിഇ സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു. നിർബന്ധ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഈ നോമ്പ് ഫജ്റിന് മുമ്പായിട്ട്, പ്രഭാതത്തിന് മുമ്പായി, സുബഹിക്ക് മുമ്പായിട്ട് അതിൻ്റെ നീയത്ത് കരുതിയില്ല എങ്കിൽ അവന് നോമ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ നിർബന്ധമായി നോമ്പ് അത് രാത്രി തന്നെ നമ്മൾ നോക്കണം എന്നുള്ള നീയത്തുണ്ടാവണം. രാത്രിയിൽ തന്നെ നീയത്തുണ്ടാവണം എന്നാണ് നബി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയുണ്ടായി, അന്നഹു ലാ യസ്ഹു ആയി സൗമ റമളാൻ ഇല്ലാ ബിൻ നിയ്യത്തി മിനൽ ലൈൽ. രാത്രിയിൽ തന്നെ നീയത്തില്ലാതെ റമളാനിൻ്റെ നോമ്പ് അനുഷ്ഠിക്കൽ ശരിയാവുകയില്ല. അതാണ് നമ്മുടെ വീക്ഷണം. അതായത് ഇമാം ഷാഫി റഹിമഹുല്ലാ, അതുപോലെ തന്നെ വബിഹി കാല മാലിക് വ അഹ്മദ് വ ഇസ്ഹാഖ് വ ദാവൂദ് വ ജമാഹിറുൽ ഉലമാ മിനസ് സലഫി വൽ ഖലഫ്. അതായത് മുൻഗാമികളും പിൻഗാമികളുമായിട്ടുള്ള സലഫു സ്വാലിഹീങ്ങളുടെ അഭിപ്രായം അതാണ് എന്നുള്ളതാണ്.
നമ്മൾ നിർബന്ധമായിട്ടുള്ള നോമ്പ് തീർച്ചയായിട്ടും രാത്രിയിൽ അതിൻ്റെ നിയ്യത്തുണ്ടാവണം. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ റമദാൻ മുഴുവൻ ദിവസവും നോമ്പനുഷ്ഠിക്കും എന്ന് ഏകദേശ ധാരണയുള്ള, അതായത് പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നോമ്പ് ഒഴിവാക്കാനൊന്നുമില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് റമദാനിൻ്റെ ആരംഭത്തിൽ തന്നെ മാസം മുഴുവനായിട്ട് ഒറ്റ നെയ്യത്ത് മതിയോ എന്നുള്ള വിഷയത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നത്, ഉദാഹരണമായിട്ട് അൽ ഫിഖ്ഹുൽ ഇസ്ലാമി വ അദില്ലത്തുഹു എന്ന് പറയുന്ന കിതാബ്, അത് ഇമാം സുഹൈലിയുടെ കിതാബാണ്. അതിൽ പറയുന്നു, തുജ്സിഉ നിയ്യത്തുൻ വാഹിദത്തുൻ ലിറമളാന ഫി അവ്വലിഹി, റമളാനിൻ്റെ ആദ്യത്തിൽ ഒറ്റ നെയ്യത്ത് മതിയാകുന്നതാണ്. ഫയജൂസു സൗമ ജമീ അഷ്ഹർ ബിനിയ്യത്തിൻ വാഹിദ, അപ്പോൾ ഒറ്റ നെയ്യത്ത് കൊണ്ട് തന്നെ മാസം മുഴുവൻ നോമ്പ് നോൽക്കൽ അനുവദനീയമാണ്. അതായത് മാസത്തിൻ്റെ തുടക്കത്തിൽ ഈ റമദാൻ മുഴുവൻ ഞാൻ നോക്കും എന്നുള്ള ഒരു നെയ്യത്ത് മനസ്സിലുണ്ടായിരിക്കുക. എന്നാൽ നോമ്പ് ഇടയ്ക്ക് മുറിഞ്ഞു പോകാൻ ഇപ്പോൾ ആർത്തവകാരികളായ സ്ത്രീകൾ, അവർക്ക് റമദാനിൻ്റെ ഇടയ്ക്ക് അത് സംഭവിക്കും. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ യാത്ര കാരണം യാത്രക്കുള്ള പ്ലാൻ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ആ നോമ്പ് മുറിച്ച് വീണ്ടും നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ രാത്രിയിൽ നോമ്പിൻ്റെ നീയത്തുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നീയത്തൊന്ന്. ഇനി നീയത്തിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ നീയത്ത് പല ആളുകളും ഉറക്കെ പറയാറുണ്ട്. അങ്ങനെ ഉറക്കെ പറയുക എന്നുള്ളത് ബിദ്അത്താണ്. അള്ളാഹുവിൻ്റെ റസൂല് നമസ്കാരത്തിൻ്റെയോ നോമ്പിൻ്റെയോ നീയത്ത് ഉറക്കെ പറയാനായിട്ട് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാം നവവിയെപ്പോലെ, ഇമാം ഇബ്നു തൈമിയെപ്പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, നീയത്തെന്ന് പറയുന്നത് അത് മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. മഹല്ലുഹ അൽ ഖൽബ്, ആ നീയത്ത് ഉദ്ദേശം, ഞാൻ ഇന്ന കാര്യം അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു ബോധം മനുഷ്യൻ്റെ മനസ്സിലാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നീയത്തിൻ്റെ ആ ഒരു ഉച്ചാരണം അത് പാടില്ല. മറ്റൊന്ന്, നമ്മൾ അങ്ങനെ നീയത്തൊക്കെ കരുതി അത്താഴം കഴിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് സുന്നത്തുകൾ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത്താഴം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അത്താഴം എന്ന് പറയുന്നത് തസഹറു ഫ ഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, കാരണം അതിൽ ബറക്കത്തുണ്ട് എന്നുള്ളതാണ്. അത് ബുഖാരിയും മുസ്ലിമൊക്കെ ഏകോപിച്ച് ഉദ്ധരിച്ചിട്ടുള്ള വചനമാണ്. അതുപോലെ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ അത്താഴം ഒഴിവാക്കരുത്, ഒരിറക്ക് വെള്ളമെങ്കിലും കുടിക്കുക, കാരണം അത്താഴം അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുഗ്രഹം ചൊരിയുന്നു അത്താഴം കഴിക്കുന്നവർക്ക്. വമലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ, അതുപോലെ അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി മലായികത്തുകൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ പറയുകയുണ്ടായി, ഫസ്ലുമാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബി അക്ലത്തു സഹർ, നമ്മുടെയും വേദം നൽകപ്പെട്ട ആളുകളുടെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. സഹീഹ് മുസ്ലിം 1096. അപ്പോൾ ഇന്നഹ ബറക്കത്തുൻ, അത് അനുഗ്രഹീതമാണ്, ബറക്കത്താണ്. അഅതാകുമുല്ലാഹു ഇയ്യാഹ, അത് നിങ്ങൾക്ക് അല്ലാഹു നൽകിയതാണ്. ഫലാ തദഊഹു, നിങ്ങളത് ഉപേക്ഷിക്കരുത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. അത്താഴം വൈകിപ്പിക്കുക എന്നുള്ളത് രാത്രിയുടെ ആദ്യത്തിൽ തന്നെ കഴിക്കുക എന്നുള്ളതല്ല, രാത്രിയുടെ അവസാനത്തിൽ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്. അത്താഴം കഴിച്ചാൽ പിന്നെ സുബഹിൻ്റെ ഇടയിൽ എത്ര ഗ്യാപ്പുണ്ടായിരുന്നു, എത്ര സമയമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രഗൽഭ സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നൽകുന്ന ഉത്തരം ഖദ്റു 50 ആയ 50 ആയത്തുകൾ പാരായണം ചെയ്യാനുള്ള സമയം എന്നുള്ളതാണ്. അപ്പോൾ ആ സമയം പാലിച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടെ അത്താഴമൊക്കെ കഴിച്ച ആ സമയത്ത്, രാത്രിയുടെ അവസാന യാമത്തിൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്ന ഏറ്റവും പവിത്രമാക്കപ്പെട്ട സമയമാണ്. ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ പാപമോചനമൊക്കെ തേടി വിശുദ്ധ റമളാനിലേക്ക് നോമ്പുകാരനായിട്ട് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അങ്ങനെ നോമ്പ്
നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അവൻ്റെ നാവ്, അവൻ്റെ ചലനം, അവൻ്റെ പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, അതൊക്കെ, അതായത് നോമ്പുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ആയിക്കൂടാ. അവന് വെറുതെ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചാൽ പോരാ, മറിച്ച് അനാവശ്യ വർത്തമാനങ്ങളിൽ നിന്ന്, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് കർശനമായിട്ടുള്ള അച്ചടക്കം പാലിക്കണം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.